ചക്ക അരിയുന്ന ഒരു ജോലിയിലാണ് കേട്ടോ. അത് നമുക്കിന്ന് ചക്ക കൊണ്ടുള്ളൊരു കൂട്ടാനാണ്. ചക്ക എരിശ്ശേരിയെന്നോ ചക്ക അസ്ത്രമെന്നോ ചക്ക കറിയെന്നോ എന്ത് വേണമെങ്കിലും പറയാം. കുറേ ചക്ക ഞാൻ അരിഞ്ഞു, ബാക്കി ഇത് ഇത്ര അരിയാൻ കിടക്കുന്നു. ഇതെല്ലാം ഇനി അരിയാനുള്ളതാണ്, വൃത്തിയാക്കാനുള്ളതാണ്. പിന്നെ കുറേ ചക്കക്കുരു ഉണ്ട്. സത്യം പറയല്ല, ഈ ചക്കക്കറി വെക്കുമ്പോൾ എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ചക്കക്കുരു വൃത്തിയാക്കുന്ന കാര്യമാണ്. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ? ആണെങ്കിലൊന്ന് കമൻസിൽ രേഖപ്പെടുത്തണേ. അങ്ങനെ ചക്കക്കുരു അരിഞ്ഞ് തീർന്നു. ഞാൻ കുക്കറിനകത്തോട്ട് ഇട്ടു കേട്ടോ. വലിയ കുക്കറിൽ വെക്കുകയാണ്. ഒരു ചക്ക ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം ചക്കയായിരുന്നു. ഏതാണ്ട് ചക്ക അരിഞ്ഞത് എല്ലാം കൂടെ ഞാൻ ഇതിനകത്തോട്ട് തട്ടിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചെറിയ കുക്കറിനകത്ത് ആവില്ല, ഇതാകുമ്പോൾ പിന്നെ സൗകര്യം അനുസരിച്ച് നല്ല വെന്തോളും. ചക്കയിലോട്ട് ഞാൻ വലിയൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. വലിയൊരു ഗ്ലാസ് വെള്ളം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത്. ഇനി നമുക്ക് അരപ്പിലും കുറച്ച് ഉപ്പിടാനുണ്ട്. നമുക്ക് ചക്കയ്ക്കുള്ള തേങ്ങ നേരത്തെ ഞാൻ പൊതിച്ച് വെച്ചായിരുന്നു. വെള്ളമൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാമല്ലോ. അപ്പോൾ തേങ്ങ തിരുമ്മിയിട്ടും വരാം. അങ്ങനെ ഒരു തേങ്ങയുടെ 1/4 ഭാഗത്തോളം ഞാൻ തിരുമ്മി. അങ്ങനെ ഞാൻ അരപ്പെല്ലാം ഇട്ട് കൊടുത്തു കേട്ടോ. അരപ്പിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ ഇട്ട് കൊടുത്തു. തേങ്ങ ഒരു വട്ടം ഒന്ന് അരച്ച് കേട്ടോ. ജീരകത്തിൻ്റെ പൗഡർ തീർന്നുകൊണ്ട് തേങ്ങയും ജീരകവും ഒന്ന് അരച്ചതിന് ശേഷം, അല്ലെങ്കിൽ അത് അരയത്തില്ല, അതിനുശേഷം വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, പച്ചമുളക് ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പില ആദ്യമേ ഇട്ട് കൊടുത്തിരുന്നു. പിന്നെ നമ്മുടെ ചക്കയുടെ മെയിൻ ടേസ്റ്റ് ഏറ്റവും കൂടുതൽ നൽകുന്നത് കുരുമുളകാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചക്കയ്ക്ക് മെയിൻ ആവശ്യമുള്ള ഘടകമാണ് കുരുമുളക്. അതും കൂടി ഇട്ട് കൊടുത്ത് ഇനി ഞാനൊന്ന് പോയിട്ട് നല്ല അരച്ചിട്ട് വരാം. ചക്കയുടെ അരപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ട് ആദ്യമേ എൻ്റെ കയ്യിൽ ജീരകത്തിൻ്റെ പൊടി തീർന്നു പോയിട്ട്, അങ്ങനെ ആദ്യം ഞാൻ തേങ്ങയും ജീരകവും കൂടി ഇട്ട് അരച്ചു മിക്സ് ചെയ്തതിന് ശേഷം, അതുകൊണ്ട് ഇവിടം വരെ തേങ്ങ ഇങ്ങനെ നിൽക്കുന്നത്. അതിന് ശേഷം തേങ്ങയിൽ വെളുത്തുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കുരുമുളകും കൂടി ഇട്ട് കൊടുത്ത് ഞാനൊന്ന് അരച്ചിട്ട് വരാം. അരപ്പരച്ച് വന്നു. അപ്പം ഞാൻ വിചാരിച്ച് ഒരുമാതിരി വെള്ള മഞ്ഞ ഇരിക്കുന്ന ചക്കയ്ക്ക് ഒരു ഇച്ചിരി മുളക് പൊടിയും കൂടെ ഒന്ന് അരച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച്. ചക്കയിൽ ഇച്ചിരി മുളക് പൊടി ഇരുന്നാലും ആ കളറ് നല്ലൊരു ഭംഗിയായിരിക്കും. അതുകൊണ്ട് ചക്ക പകുതി വെന്ത് കേട്ടോ. അരപ്പിടാറായില്ല. 1/4 വേവ് ആകുമ്പോഴല്ലേ നമ്മൾ അരപ്പിട്ടൊന്ന് തത്തിപ്പൊത്തി വെക്കുന്നത്. അങ്ങനെ നമ്മുടെ ചക്ക നല്ല വെന്തുടഞ്ഞു കേട്ടോ. ചക്കക്കുരു എല്ലാം നല്ല വെന്തുടഞ്ഞിട്ടുണ്ട്. അധികം പിഞ്ചും അല്ലായിരുന്നു, അധികം മൂത്തതും അല്ലായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും എൻ്റെ വീഡിയോ കണ്ടവർക്ക്. പിന്നെ നമ്മൾ ഇതിനകത്ത് നിന്ന് കടുവൊന്നും വറുക്കുന്നില്ല കേട്ടോ. ഞാൻ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ട് തത്തിപ്പൊത്തി വെച്ചിട്ട് എടുക്കുകയാണ്. പഴയ കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. അപ്പം ഞാനും ആ ഒരു രീതിയിലോട്ട് പോവുകയാണ്. ഓക്കെ. ഞാനാണെങ്കിൽ നല്ല കറിവേപ്പില, നല്ല മണമുള്ള കറിവേപ്പില ഇട്ട് കൊടുത്ത് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്ത് മതി. ധാരാളം പച്ച വെളിച്ചെണ്ണ ഇട്ട് കൊടുത്ത് നല്ല ശുദ്ധമായ എണ്ണയാണ് വെളിച്ചെണ്ണ, പതാഞ്ജലി നരിയെടുത്ത് അതിട്ട് കൊടുത്ത് ഇനി ആ അരപ്പ് നമുക്കിങ്ങനെ മൂടി വയ്ക്കാം. ഇതിപ്പം രാത്രി ആവാൻ പോകുന്നു കേട്ടോ. ഇവിടെ മഴയും കൂടെ ആണ്. ഇവിടെ നേരെ ഇരുട്ടി തുടങ്ങിയിരിക്കുന്നത്. ഇത് ഞാൻ രാത്രിത്തേക്ക് എടുക്കുകയാണ്. ഇപ്പോൾ 2 ദിവസം കൊണ്ട് മീനൊന്നും വരുന്നില്ല. കടൽക്ഷോഭമാണ്. കടലിലോട്ടൊക്കെ ബോട്ടും കാര്യങ്ങളെല്ലാം നിർത്തി വെച്ചിരിക്കുകയാണ്. പ്ലെയിൻ വരെ 1-2 ദിവസത്തേക്ക് ഇപ്പം നിർത്തി വെച്ച് ഇന്ന് തൊട്ട് തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് മീനൊക്കെ കിട്ടാൻ ഇച്ചിരി പ്രയാസമാണ്. അപ്പം എന്നാലും ശരി, ദൈവം അനുഗ്രഹിച്ച് നമുക്ക് ഇങ്ങനെ ഒക്കെ കിട്ടുന്നുണ്ട്. പച്ചക്കറിയും കറി ഇരിക്കുന്നില്ല. അപ്പം മീനിൻ്റെയൊക്കെ ഒരു കുറവ് നമുക്ക് ഈ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മീനിൻ്റെ ഒരു ഓർമ്മ പോലും വരുന്നില്ലല്ലേ. അപ്പോൾ പിന്നെ ഞാൻ തത്തിപ്പൊത്തി വെച്ച് അങ്ങ് അടച്ച് വെക്കുകയാണ്. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ചൂട് ചക്ക റെഡിയായി. എല്ലാം കൊണ്ടൊന്ന് മാറ്റി വെക്കിയിട്ട് ഞാൻ കരണ്ടി എടുക്കട്ടെ. ഒരു മിനിറ്റ്. കരണ്ടി അങ്ങ് അടുപ്പിൻ്റെ അവിടെ ആക്കി. നല്ല മണം വരുന്നു കേട്ടോ. നമ്മൾ കടുവൊന്നും വറുത്തിട്ടില്ല. പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇട്ട് എടുത്തത് നല്ല മണം വരുന്നുണ്ട്. നമുക്കിപ്പോൾ എപ്പോഴും നമുക്ക് പെർഫെക്റ്റായിട്ട് ഇപ്പോൾ മൂത്ത ചക്ക കിട്ടണമെന്നോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുക. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ടേസ്റ്റ് കുറവൊന്നും തോന്നിയില്ല. അതായത് ഒരുവിധം വിളഞ്ഞ ചക്ക തന്നെ ആയിരുന്നു. പിന്നെ അതിന് നമ്മൾ അരപ്പിൽ കുരുമുളകും വെളുത്തുള്ളി എല്ലാം ചേർത്ത് പച്ച വെളിച്ചെണ്ണ എല്ലാം ചേർത്ത് അതിനെ ബെറ്ററാക്കി എടുത്ത് ഇനി നമുക്ക് ഇന്നത്തെ എൻ്റെ രാത്രിത്തെ ആഹാരം ഇത് തന്നെയാണ് കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ വേറെ ഒന്നും കഴിക്കുന്നില്ല. വലിയ അച്ചാറോ അല്ലെങ്കിൽ ഇച്ചിരി ചമ്മന്തി അരച്ചതുണ്ടെങ്കിൽ, ചമ്മന്തി ഇപ്പം അരച്ചതില്ല, എന്ന് കൂട്ടി മാത്രമേ കഴിക്കുന്നുള്ളൂ. ഞാൻ ഈ ചക്ക വയറ് നിറച്ച് കഴിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ചോറൊന്നും എടുക്കുന്നില്ല. റൈസൊക്കെ വളരെ ഞാൻ കുറച്ചേ കഴിക്കത്തുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് തന്നെ കഴിച്ചാൽ വയറ് നിറയ്ക്കും. അപ്പം നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം.
ചക്കക്കുരുവൊക്കെ നല്ല വെന്തുടഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞില്ല അധികം മൂത്തതല്ലായിരുന്നു, അതുകൊണ്ട് വെന്തുടഞ്ഞു. ഇന്ന് രാത്രിത്തെ എൻ്റെ ആഹാരം ഇതാണ് കേട്ടോ. ഇനി വേറെ ചോറോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല. ഇച്ചിരി അച്ചാർ ഇരിപ്പുണ്ട്, ഫ്രിഡ്ജിലിരിപ്പുണ്ട്, അത് വെളിയിലെടുത്ത് വെക്കണം. അതും കൂട്ടി ഇതാണ് ഇന്നത്തെ എൻ്റെ രാത്രിയിലെ ആഹാരം, വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചക്കക്കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻസ് രേഖപ്പെടുത്തണേ. ഒരു സാധാരണ ഒരു നാടൻ ചക്കക്കറിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്.